റീസൺസ് ഉണ്ട്, സോഷ്യലായിട്ടുള്ള റീസൺസ് ഉണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെറിഡിറ്ററി ആസ്പെക്റ്റ്, നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും OCD ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് OCD വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ജനറ്റിക് ട്രീ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ നമുക്ക് തൈറോയിഡോ BP ഒക്കെ ഉണ്ടെങ്കിൽ, എനിക്കിപ്പോൾ തൈറോയിഡ് ഉണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് തൈറോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് OCDയുടെ ഈ വിഭാഗവും വരുന്നത്. രണ്ടാമത് ഒരാളുടെ പേഴ്സണാലിറ്റി, OCPD പേഴ്സണാലിറ്റി ട്രേസ് കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വേണം, കുറച്ച് എക്സ്ട്രീംലി മെറ്റിക്കുലസ് ആയിട്ട് ഓർഡറിലും ചിട്ടയിലും ഒക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക്, ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്കും OCD വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വളരുന്ന ഒരു കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഒരു എന്താ പറയുക, കന്യാസ്ത്രീകൾക്കും അല്ലെങ്കിൽ അച്ഛന്മാരായിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കും ബ്ലാസ്ഫമസ് തോട്ട്സ് വരാനായിട്ടുള്ള, അതിൽ ഫിഷ് സൈക്കോപെത്തോളജി എന്ന് പറഞ്ഞ് സൈക്യാട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ഫെലാറ്റിയോ വിത്ത് ജീസസ്, അതായത് ജീസസിന് ബ്ലോ ജോബ് കൊടുക്കുന്ന രീതിയിലുള്ള ചിന്തകൾ വരുന്ന രീതിയിൽ വരെ OCDയുടെ തോട്ട്സ് ആൾക്കാർക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിലീജിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇതൊരു രോഗമായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു രോഗമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചീത്ത മനുഷ്യനാണ്, നമുക്ക് പനി, വയറിളക്കം, ചുമ, തലവേദന എന്നുള്ള വരുന്ന രീതിയിൽ മാത്രം ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മുടെ